IT മോഡൽ പരീക്ഷയിൽ പൈത്തൺ പ്രോഗ്രാം റിലേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ചില ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്, ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കിപ്പോകുന്നത്. നമുക്കിവിടെ ഒരു ചോദ്യം ഇതാണ്. ഈ രണ്ട് രൂപങ്ങൾ, അതിനുള്ള പ്രോഗ്രാം ഇവിടെ ഇടതുവശത്ത് തന്നിട്ടുണ്ട്. ഈ പ്രോഗ്രാം ആദ്യം ടൈപ്പ് ചെയ്യുക, അതിനുശേഷം ഇത് സേവ് ചെയ്ത് റൺ ചെയ്യുക. റൺ മൊഡ്യൂൾ ക്ലിക്ക് ചെയ്ത് ആദ്യം ഈ ഒരു രൂപം റൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ രണ്ടാമത്തെ ഔട്ട്പുട്ടിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള കളർ വ്യത്യാസം ഇവിടേക്ക് കൊണ്ടുവരിക. അതായത് ഇവിടെ പിങ്ക് എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് ഇവിടെ കൊടുത്തിരിക്കുന്ന ബ്രൗൺ അല്ലെങ്കിൽ ഓറഞ്ച് എന്താണോ നിങ്ങൾ അവിടെ കാണുന്നത് ആ കളർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പർപ്പിൾ എന്ന് പറയുന്ന ഭാഗത്ത് ബ്ലാക്ക് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത്രയുമാണ് നമുക്ക് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന പ്രോഗ്രാം യാതൊരുവിധ വ്യത്യാസവുമില്ലാതെ കോപ്പി എടുത്തപോലെ, ഒരു ഫോട്ടോ കോപ്പി എടുത്തിരിക്കുന്നത് പോലെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം വന്നു കഴിഞ്ഞാൽ അവിടെ പ്രോഗ്രാം എറർ കാണിക്കും, റൺ ചെയ്യില്ല. പക്ഷെ പ്രോഗ്രാം അതിൽ എറർ ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട്, ഇപ്പോൾ ഈ ലെഫ്റ്റ് 18 എന്ന് പറയുന്ന ലൈനിലാണ് ഒരു എറർ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ ലൈനിൽ ഒരു റെഡ് കളർ ലൈൻ വന്നിട്ടുണ്ടാകും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ വരിയിലാണ് എറർ എന്നുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് ഈ വരി മാത്രം നമുക്ക് പ്രോഗ്രാമുമായിട്ട് ചോദ്യവുമായിട്ട് ഒത്തുനോക്കി ഇവിടെയുള്ള വ്യത്യാസം കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിലുള്ള ഏതാനും ചോദ്യങ്ങളാണ്. രണ്ടാമത്തെ ഒരു ചോദ്യം ഇതാണ്. ഇതിലെല്ലാം നമുക്ക് മാറ്റം വന്നിരിക്കുന്നത് ആകെ കളറിൽ മാത്രമാണ്. അപ്പോൾ പ്രോഗ്രാമിൽ കളർ മാറ്റം വന്നിരിക്കുന്നത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ ഔട്ട്പുട്ട് കിട്ടും. മറ്റൊരു ചോദ്യമായിട്ട് വന്നിരിക്കുന്നത് ഈ ഇത്തരത്തിലുള്ളൊരു രൂപമാണ്. ഇവിടെയും നമുക്ക് മനസ്സിലാക്കാം കളർ ചേഞ്ച് ആണുള്ളത്. ആ കളർ എവിടെയാണോ മാറ്റം വന്നിരിക്കുന്നത്, ഇവിടെ ഗ്രീൻ എന്നുള്ളത് യെല്ലോ ആണ്, റെഡ് എന്നത് വൈറ്റ് ആണ്. അപ്പോൾ ഇവിടെ ഗ്രീൻ എന്നുള്ളത് യെല്ലോ ആയിട്ട് ടൈപ്പ് ചെയ്യുക, റെഡ് എന്ന് പറയുന്നത് വൈറ്റ് ആയിട്ട് ടൈപ്പ് ചെയ്യുക. ബാക്കിയുള്ളത് അതുപോലെ തന്നെ. വീണ്ടും ഇവിടെ അത്തരത്തിലുള്ളൊരു ചോദ്യമാണ്. ഇവിടെ കളറാണ് മാറിയിരിക്കുന്നത്. നമുക്ക് പൈത്തൺ പ്രോഗ്രാമിൽ ആകെ മാറ്റം വരുന്നത് കളർ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെയെല്ലാം ആ കളർ വന്നിട്ടുണ്ടോ ആ കളർ മാറ്റി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ഒരു ലോജിക്കും നമുക്കിവിടെ വർക്ക് ചെയ്യേണ്ടതായിട്ടതില്ല. കൃത്യമായി യാതൊരുവിധ തെറ്റുമില്ലാതെ ഇത് ടൈപ്പ് ചെയ്യാൻ സാധിക്കണം. നമുക്കിതിൽ ഒരു പ്രോഗ്രാം എങ്ങനെ ചെയ്യാം എന്നുള്ളതൊന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് എടുക്കേണ്ട ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, ആപ്ലിക്കേഷനിൽ പ്രോഗ്രാമിംഗ്, അതിൽ ഐഡിൽ എന്ന് പറയുന്നതാണ്. IDLE എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് ഫോർ പൈത്തൺ 3 എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷനാണ് നമുക്ക് എടുക്കേണ്ടത്. ഇത് എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഓപ്പണായി വരുന്നത് ഈ പൈത്തൺ ഷെല്ലാണ്. പൈത്തൺ ഷെല്ലിലല്ല നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് വേണ്ടത് ഫയൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ന്യൂ ഫയൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. ഫയലിൽ ന്യൂ ഫയൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് യാതൊരുവിധ എഴുത്തൊന്നുമില്ലാത്ത ഒരു ഫ്രീ അല്ലെങ്കിൽ ഒരു ബ്ലാങ്ക് വിൻഡോ ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഇവിടേക്ക് നമ്മൾ പ്രോഗ്രാമിൽ കണ്ട ആ കാര്യങ്ങൾ, അതായത് പ്രോഗ്രാമായിട്ട് കൊടുത്തിരിക്കുന്നത് മുഴുവനും ഇവിടെ ടൈപ്പ് ചെയ്യണം. അപ്പോൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, സ്മോൾ ലെറ്ററിലായിരിക്കണം ടൈപ്പ് ചെയ്യേണ്ടത്. സ്റ്റാർ പോലുള്ള ചിഹ്നങ്ങൾ വരാനായിട്ട് നമുക്ക് നമ്മുടെ ചില കീബോർഡിലുള്ള ചില കീസിന് 2 ചിഹ്നങ്ങളുണ്ടാവും ഒരു കീയിൽ തന്നെ. ആ ഒരു മുകളിലുള്ള കീ ചിഹ്നം വരുന്നതിന് വേണ്ടി നമുക്ക് ഷിഫ്റ്റ് അമർത്തിപ്പിടിച്ചിട്ട് വേണം ആ കീ അമർത്താനായിട്ട്. ഇപ്പോൾ ഇവിടെ സ്റ്റാർ വരണമെങ്കിൽ ഷിഫ്റ്റ് അമർത്തിപ്പിടിച്ച് 8 അമർത്തുമ്പോഴാണ് സ്റ്റാർ നമുക്ക് ലഭിക്കുന്നത്. അടുത്ത വരിയിലേക്ക് വരാൻ എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇനി അവിടെ കാണുന്നത് പോലെ ടൈപ്പ് ചെയ്യുക. അടുത്ത അത്തരത്തിൽ വരുന്ന ഒന്നാണ് ഇവിടെ ഈ ഒരു കോളൻ നൽകിയതിനു ശേഷം നമ്മൾ എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ടാബ് അകലത്തിലായിരിക്കും അവിടെ വരുന്നത്. 4ന് നേരെ താഴെ ആയിരിക്കില്ല വരുന്നത്, കുറച്ച് സ്പേസ് മാറിയിട്ടാണ് അത് വരുന്നത്. അതിൻ്റെ രീതി അങ്ങനെ തന്നെയാണ്.
അപ്പോൾ നമ്മൾ അത് തെറ്റാണെന്ന് വിചാരിച്ചുകൊണ്ട് പുറകിലേക്ക് ഇഫിനെ കൊണ്ടുവരരുത്, അല്ലെങ്കിൽ നമ്മൾ അവിടെ ടൈപ്പ് ചെയ്യുന്ന വരിയെ പുറകിലേക്ക് കൊണ്ടുവരരുത്, അത് എററായി മാറും. ഇവിടെ നമുക്ക് എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് നേരെ ഡോട്ടിൻ്റെ താഴെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിൽ അങ്ങനെയല്ല, ഇവിടെ കുറച്ച് ലെഫ്റ്റിലേക്ക് മാറിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ബാക്ക് സ്പേസ് അമർത്തി കഴിഞ്ഞാൽ ഒരു ടാബ് അകലത്തിൽ തന്നെ മാറിക്കോളും, അല്ലാതെ ഓരോ സ്പേസ് ആയിട്ടല്ല പുറകിലേക്ക് പോകുന്നത്, ഒരു ടാബ് അകലത്തിൽ മാറി നിൽക്കുന്നത് കാണാം. അവിടെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫയലിൽ സേവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിന്ന് നമുക്ക് എക്സാം 10-നകത്താണ് നമ്മൾ സേവ് ചെയ്യേണ്ടത്. അപ്പോൾ എക്സാം 10 എന്ന് പറയുന്ന ഫയൽ ഫോൾഡർ ചിലപ്പോൾ നമുക്കിവിടെ കാണണമെന്നില്ല. അപ്പോൾ കാണാതായി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നത് ഇവിടെ താഴെ ഒരു ടാബ് കാണാം, ഈ ടാബിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് നീക്കുക. അതല്ലെങ്കിൽ ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു ആരോ മാർക്ക് കാണാം, ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് അപ്പുറത്ത് കിടക്കുന്ന ഫോൾഡറുകളെ കാണാൻ സാധിക്കും. അതിലുള്ള എക്സാം 10 ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഇനി നമുക്ക് ഇതിനെ റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യാനായിട്ട് റൺ എന്നുള്ളതിൽ റൺ മൊഡ്യൂൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിൽ തെറ്റൊന്നുമില്ലെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ പ്രോഗ്രാം റൺ ചെയ്ത് ആ ഷേപ്പ് അവിടെ വന്നിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു രീതിയിൽ, നമുക്ക് ഇവിടെ ആദ്യത്തെ മോഡലാണ്, ഔട്ട്പുട്ടാണ് ഈ പ്രോഗ്രാം റൺ ചെയ്താൽ കിട്ടുന്നത്. നമുക്ക് വേണ്ടത് രണ്ടാമത്തെ ഔട്ട്പുട്ടാണ്. അപ്പോൾ ഇതിൽ എന്ത് മാറ്റം വരുത്തണം? നമുക്കിവിടെ ഗ്രീൻ കളർ തന്നിരിക്കുന്ന യെല്ലോ നൽകണം, റെഡ് തന്നിരിക്കുന്ന സ്ഥലത്ത് വൈറ്റ് നൽകണം. അപ്പോൾ ഇനി ആ ഒരു പ്രോഗ്രാം എടുത്ത് ആ പ്രോഗ്രാമിൽ നമുക്ക് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണം. അപ്പോൾ ഇവിടെ ഗ്രീൻ എന്ന് ടൈപ്പ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് യെല്ലോ എന്ന് ടൈപ്പ് ചെയ്യണം. അതുപോലെ തന്നെ റെഡ് എന്ന് ടൈപ്പ് ചെയ്തിരിക്കുന്ന ഭാഗത്ത് വൈറ്റ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇത്രയും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഫയലിൽ സേവ് ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് ആ സേവ് ചെയ്യാനുള്ള വിൻഡോ വരില്ല, കാരണം നമ്മളത് ഒരിക്കൽ സേവ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഫയലിനോട് തന്നെയാണ് ആ മാറ്റം അവിടെ സേവ് ആവുന്നത്. ഇനി അതിനുശേഷം വീണ്ടും റണ്ണിൽ ചെല്ലുക, റൺ മെനുവിൽ റൺ മൊഡ്യൂൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ നൽകിയ മാറ്റങ്ങൾക്കനുസരിച്ചുള്ള ഒരു ഷേപ്പ് ആയിരിക്കും അവിടെ വരുന്നത്.